പ്രിയ അധ്യക്ഷൻ, മറ്റ് സഖാക്കളെ, മുൻപിലിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, തീർച്ചയായിട്ടും നമ്മൾ ഒരു നിർണായകമായ ഒരു കർമ്മമാണ്, ജീവിതത്തിലെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ കർമ്മം എന്ന് പറയുന്നതിൽ ഒന്നാണ് ഈ വോട്ട് ചെയ്യാനുള്ളത്. പാർലമെന്ററി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിവിടെ നിലനിൽക്കുന്നിടത്തോളമാണ് നമ്മുടെ നാട്ടിൽ ഈ വോട്ടിൻ്റെ പ്രസക്തി ഉള്ളത്. ലോകത്തിൽ എല്ലായിടത്തും വോട്ടുണ്ട്. പ്രസിഡൻഷ്യൽ സിസ്റ്റമായിട്ടുള്ള അമേരിക്കയിൽ വേറെ രീതിയിലുള്ള വോട്ടിംഗ് ആണ്. നമ്മളിവിടെ ഫെഡറൽ സിസ്റ്റത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള അതിൻ്റേതായിട്ടുള്ള നിയമ രീതിയിലുള്ള വോട്ട് ആണ് വരുന്നത്. വളരെ നിർണായകം തന്നെയാണ്. നമുക്കറിയാം 100% പേര് ഒരിക്കലും ഒരു ഇലക്ഷനിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. 72, 74, 76, 80% വരെയുള്ള ഒരു കണക്കാണ് വരിക. അതിപ്പോൾ പല രീതിയിലുള്ള മരണപ്പെട്ടു പോയവരുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പ്രശ്നം വരുന്നത്, അങ്ങനെ പല രീതി. എന്തായാലും ഒരു 65 മുതൽ 80 വരെയുള്ള പെർസെൻറ്റേജിലാണ് ഈ വോട്ടുകൾ രേഖപ്പെടുത്തപ്പെടുന്നത്. അതിൽ അസാധു ഉണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് അസാധു എന്നുള്ള നോട്ടാന്ന് പറയുന്ന സംഗതി മാറ്റി നിർത്താം. ഇപ്പം നടക്കാൻ പോകുന്നത് നമ്മൾ വേൾഡ് കപ്പ് സോക്കർ എന്നൊക്കെ പറയുന്നതിൽ യുദ്ധം പോലൊരു യുദ്ധമാണ്. സോക്കർ യുദ്ധം തുടങ്ങുമ്പോൾ ഉടനെ യൂറോപ്യൻ സമിതി ക്ലബ്ബുകളും ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളും, ലാറ്റിൻ അമേരിക്കയിൽ തന്നെ അർജന്റീന, ബ്രസീൽ, ഇങ്ങനെയാണല്ലോ നമ്മുടെ യുവാക്കൾ മുഴുവൻ ആ ആവേശത്തിൽ ഇങ്ങനെ വരിക. ഇത് പാകിസ്ഥാൻ ഇന്ത്യ, ചൈന ഇന്ത്യ വാർ പോലെയുള്ള സംഭവമല്ല. ഇത് നമ്മുടെ അകത്ത് ശരി തെറ്റ്, നന്മ തിന്മ, ഇരുട്ട് വെളിച്ചം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യപ്പെട്ടാണ് ഇത് മുഴുവൻ സംഭവിക്കുന്നത്. ലോകം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു 2500 വർഷം മുമ്പ് നമ്മളിങ്ങനെ എടുത്ത് ഇവിടെ വരെ വന്ന് നിൽക്കുന്നു എന്ന് പറയാം. അതിന് മുമ്പുണ്ട് മനുഷ്യരാശി, അതിന് മുമ്പുണ്ട്. മനുഷ്യന് മുമ്പ് തന്നെ പക്ഷിമൃഗാദികളുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഈ അടുത്ത് വന്നവരാണ് ഈ മനുഷ്യരാശി എന്ന് പറയുന്നത്. അതിനു മുമ്പ് പക്ഷിമൃഗാദികളുണ്ട്, പച്ച കടല്, അതൊക്കെ ഒരുപാടുണ്ടല്ലോ ഇവിടെ, കടൽ ജീവികളടക്കം. നമുക്ക് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് നമ്മൾ ആലോചിക്കാം, 2500 വർഷം മുമ്പതിൽ പെട്ടെന്ന് നമ്മുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ചില പേരുകളുണ്ട്. സോക്രട്ടീസ്, ബുദ്ധൻ, ക്രിസ്തു, നബി എന്നൊക്കെ ഇങ്ങനെ കുറേ പേരുകൾ ഇങ്ങനെ വരും. ഇതിൻ്റെ ഇടയിൽ കുറേ യുദ്ധങ്ങൾ നടന്നുകൊണ്ട്, കുരിശുയുദ്ധം നടക്കുന്നുണ്ട്. ഇരുണ്ട കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ 1000 വർഷം 10 നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ്. ഭയങ്കര ഭീകര കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗലീലിയോ വരുന്നുണ്ട്. ഞാൻ പലയിടത്തും പറയാറുള്ളതാണ്, എങ്ങനെയാണ് ചരിത്രം മുന്നോട്ട് പോയത്. ഈ ക്രിമിനലായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ വിഭാഗം ഉള്ളപ്പോൾ തന്നെ ശരിക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, മനുഷ്യന്റെ സമത്വം, വിശപ്പില്ലായ്മ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സമൃദ്ധമായിട്ട് ആളുകൾ ജീവിക്കണം. ഈക്വാളിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇങ്ങനെ ഒരു വലിയ വിഭാഗം ചിന്തകരെ അന്ധവിശ്വാസത്തിനെതിരെയൊക്കെ പോരടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരിക അയ്യങ്കാളി, നാരായണഗുരു, അംബേദ്കർ, ഗാന്ധി, ഇതേപോലെ നേരത്തെ പാട്ടിൽ പറഞ്ഞ പോലെ EMS, AKG കൃഷ്ണപിള്ള, ഇങ്ങനെ ഒരു നിര വരും നമ്മുടെ നാട്ടിലേക്ക് വരും. ഈ റഷ്യ എടുക്കുമ്പോൾ നമുക്കറിയാം, എഴുത്തുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ലെനിനെ മറന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ മാർഷ് എംഗൽസ് കഴിഞ്ഞ ഉടനെ വരുന്ന പേര് ലെനിനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ചൈന വന്നു കഴിഞ്ഞാൽ ഉടനെ ഫസ്റ്റ് വരുന്ന ചിന്തകനായിട്ടുള്ള കൺഫ്യൂഷ്യസ് ഉണ്ട്, പക്ഷെ മാവോ ഉണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ വരുമ്പോൾ ഉടനെ ചെഗുവേര വരും, ഫിഡൽ കാസ്ട്രോ വരും. ഇവരൊക്കെ എന്താ ചെയ്ത്? ഇവര് തോക്കെടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, വാക്കുകൊണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരെയും കീഴടക്കിക്കൊണ്ട് കൊള്ള ചെയ്യാനല്ല അവർ ഫൈറ്റ് ചെയ്ത്. ഈ പറഞ്ഞതല്ല, കോടിക്കണക്കിന് മനുഷ്യർക്ക് നീതി ലഭിക്കണം, അന്നം, വിശപ്പില്ലായ്മ, വിശപ്പ് പരിഹരിക്കണം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, പിന്നെ ഒരു സംസ്കാരം, ആരോഗ്യം, ഇത്തരം കാര്യങ്ങൾ എല്ലാ മനുഷ്യരും ഈക്വലായിട്ട് കിട്ടണം എന്നുള്ളിടത്താണ് ഈ നേരത്തെ പറഞ്ഞ ആളുകൾ മുഴുവൻ സമരം ചെയ്തിട്ടുള്ളത്. അതിനെ അട്ടിമറിക്കാനാണ് മറ്റേ വിഭാഗം, ഇരുട്ടിന്റെ വിഭാഗം, തിന്മയുടെ വിഭാഗം. ഇത് മനുഷ്യരാശിയിൽ കുറുക്കനും നരിയും മാനും സിംഹമൊക്കെ ഉള്ള പോലെ തന്നെ വൈരുദ്ധ്യവും തന്നെയാണത്. നമുക്കറിയാം, പ്രകൃതിയിൽ കുറുക്കന്റെ പണിയെ ചെയ്യുള്ളൂ, ചെന്നായുടെ പണിയെ ചെയ്യുള്ളൂ. ആട്ടുങ്ങൾ തമ്മിലടിപ്പിച്ച് കിട്ടും പരിപാടി നോക്കും. അപ്പൊ ആ ഒരു എലമെന്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ജയിക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഘപരിവാർ, RSS പോലുള്ളവർ നിൽക്കുന്നത്. ഇപ്പൊ വർഗീയ എന്നും പറയണ്ട, കറക്റ്റായിട്ട് പറയാം, സംഘപരിവാർ, RSS
അവരുടെ പ്രധാന അജണ്ട നേരത്തെ പറഞ്ഞ ബുദ്ധൻ മുതല് പറഞ്ഞ സോക്രട്ടീസ് മുതല് നമ്മുടെ ഈ അടുത്ത് കൊല്ലപ്പെട്ട ഗൗരി ലങ്കേഷ് വരെയുള്ള ഇത്തരം ആളുകൾ എന്താണ് മനുഷ്യന്റെ ചിന്തയിലേക്ക് ചോദ്യം ചെയ്യുന്ന മനുഷ്യരെ, സ്ത്രീകളുടെ അവകാശങ്ങൾ, എന്ത് അനീതി കണ്ടാലും അതിനത് എതിർക്കുന്ന മൈൻഡുള്ള കുട്ടികൾ, യുവാക്കൾ, ഇവരൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചവരെ കൊന്നു കളയാന്നുള്ളതാണ് അവർ ചെയ്തത്. ഗാന്ധിനെ കൊല്ലുമ്പോഴും തന്നെയാണ്. ഒരു പ്രശ്നം ചെയ്തിട്ടില്ല. ഒരിക്കലും മിസൈൽ ഉപയോഗിച്ചിട്ട് തോക്കെടുത്തിട്ട് മറ്റുള്ളവരെ യുദ്ധം ചെയ്യാനൊന്നും ഗാന്ധി പഠിപ്പിച്ചിട്ടില്ല. തോക്കും പട്ടാളും മറ്റതും മറിച്ചതും പാറ്റൻ ടാങ്കായിട്ട് വരുന്നവരടുത്ത് അഹിംസ എന്ന് പറയുന്നത് ബുദ്ധനാണ്. അഹിംസ എന്ന് പറഞ്ഞ് ഗാന്ധി പറഞ്ഞല്ല, ബുദ്ധനിലേക്ക് പോകും. ബുദ്ധന്റെ റേയാണത്. 2500 വർഷമുള്ള ബുദ്ധന്റെ റേയാണ് നമ്മളിലൂടെയൊക്കെ കടന്നു പോകുന്നത്. എല്ലാ കവികളിലൂടെയും എല്ലാ വിപ്ലവകാരികളിലൂടെയും ഒരു അംശം ബുദ്ധന്റെ റേ തന്നെയാണ് പോകുന്നത്. ഗാന്ധിയിൽ അത് തന്നെയാണ്. അപ്പൊ മറ്റേ ചങ്ങാതിക്ക് തോന്നി ഇയാൾ വല്ലാണ്ട് അഹിംസ സ്നേഹമൊക്കെ പറഞ്ഞ പ്രശ്നമാണ്. ഒരു ജനത മുഴുവൻ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ക്രിമിനലിസം നടക്കില്ല. ഈ വിഭജിച്ച് ആളുകളെ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടിപ്പിച്ച് ഇങ്ങനെ ആയുധ കച്ചവടം നടത്തുന്ന രീതിയിലുള്ള ആ മാർക്കറ്റിംഗ് തിയറി നടക്കില്ല. അപ്പൊ പിന്നെ എന്തിനാ അയാളെ കൊല്ലണം? അബ്രഹാം ലിങ്കനെ എന്തിനാ കൊന്നത്? ഇതിന്റെ ഒപ്പം ഇതിന് സമാനമാണ് മുമ്പ്, അതിന്റെ 100 വർഷം മുമ്പ് കറുത്തവർക്ക് വേണ്ടി കറുത്തവരുടെ മോചനം ഉയർത്തിപ്പിടിച്ചു. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഒരേ ഒരു പ്രസിഡന്റാണ് അബ്രഹാം ലിങ്കൻ. അങ്ങനെ പറഞ്ഞ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണിലൂടെയാണ് സമരങ്ങളിലൂടെ അവർ നയിച്ച് സ്വാതന്ത്ര്യം നേടിയെങ്കിലും പിന്നെ നമുക്ക് എടുത്തു പറയുന്നതിനകത്ത് ഈ ബുദ്ധന്റെ റേയുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് അബ്രഹാം ലിങ്കനാണ്. അയാളും കൊന്നു. ഒരു തിയേറ്ററിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കൽ വെടിവെച്ചു കൊന്നു. നെൽസൺ മണ്ടേല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയില്ലോ, എന്നാൽ ഈ ലോകത്തിലെല്ലാ 650 കോടി മനുഷ്യരുണ്ട്, അവരെല്ലാവരും ക്രിമിനൽ ആവുമോ? ആവില്ല. പക്ഷെ 1% ക്രിമിനൽസ് ആലോചിക്കുന്നത്, ഹിറ്റ്ലർ അടക്കം അല്ലെങ്കിൽ ഗോൾവാർക്കർ, ഇവരുടെ ആചാര്യന്മാരടക്കം ആലോചിക്കുന്നത് ഈ 650 കോടി മനുഷ്യരും ക്രിമിനൽസ് ആക്കി തല്ലുപിടിപ്പിച്ച് നമ്മുടെ ഇവിടെ ഉണ്ടാക്കി വെച്ച ആയുധങ്ങളൊക്കെ വിറ്റ് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കുറച്ച് പേര് കഴിയാതെ നടക്കൂല. മനുഷ്യരാശി എന്ന് പറയുന്നത് ഉണ്ടായത് ക്രിമിനലിസത്തിലൂടെ അല്ല. പോരാടിയിട്ടുണ്ട്. ജീവികളെയൊക്കെ പോരാടിയിട്ട് തന്നെയാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. അന്നത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്, വേട്ടയാടിയിട്ടുണ്ട്. അതൊക്കെയാണ് കാർഷിക മേഖലയിൽ ഒരുമിച്ച് നിന്ന് പണിയെടുത്തുകൊണ്ട് ആദ്യകാലങ്ങളൊക്കെ ഉള്ളത് എല്ലാവർക്കും പങ്കുവെക്കലായിരുന്നു. നമ്മളതിന് പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസിക്കൽ മാർക്സിസ്റ്റിൽ പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യരും ക്രിമിനൽസ് ആവണ്ടേ? എല്ലാ മനുഷ്യനും കൊട്ടേഷൻ മാഫിയ ബോംബ് ഉണ്ടാക്കുന്ന ആൾക്കാരാവണ്ടേ? ആവൂല. എന്താണ് ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ സംഭവം? കൂടിയിരുന്ന് അന്നം കഴിക്കുന്ന, കൂടിയിരുന്ന് ഉത്സവം കാണുന്ന, കൂടിയിരുന്ന് പാട്ട് പാടുന്ന. നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കല് ഒരു കുട്ടിക്ക് പിന്നെ കുഴഞ്ഞു വീണ പട്ടിണിയാണോ? അയ്യോ, എല്ലാവരും കൂടി ഭക്ഷണം കൊടുത്തു. ഇനി ആരോഗ്യ പ്രശ്നത്താൽ ഒരു പ്രായമായിട്ടുള്ള ഒരാൾ വീണാൽ ഉടനെ എങ്ങനെ എല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിക്കാം. അവിടെ ജാതിയും മതമൊന്നും അത് നോക്കാറില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു ജാതി മതമൊക്കെ നോക്കിയിട്ട് പരിപാടി നടത്തുന്ന രീതിയേ അല്ല. അങ്ങനെ ഇല്ലാത്തൊരു കാലത്തിലൂടെ വന്നൊരു കൂട്ടായ്മയാണ് ഈ മനുഷ്യരാശി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ സിവിലൈസേഷൻ, സംസ്കാരം, മനുഷ്യത്വം, മാനവികത എന്നൊക്കെ പറയും. ഇതെങ്ങനെ കുട്ടിച്ചോറാക്കാന്നാണ് ഇപ്പോൾ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പങ്കാളിത്തമില്ലാത്ത ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിക്കൊണ്ട് ഞങ്ങൾ മാപ്പ് പറയാന്ന് പറയുന്ന ഈ അഭ്യാസം ചെയ്ത ആളുകൾ വന്ന് എങ്ങനെയാണ് ഇന്ത്യയിലെ ഇവരിങ്ങനെ ഈ ഭൂരിപക്ഷമായിട്ട് വന്നത്? എങ്ങനെ പീഡിപ്പിച്ചിട്ടാണ് മനുഷ്യരെ പേടിപ്പിക്കുമ്പോൾ? ഒന്നും നിസ്സഹായരായ മനുഷ്യരെ പേടിപ്പിച്ച് കുറെ കാലമൊക്കെ നിർത്താൻ പറ്റും. അല്ലാണ്ട് യഥാർത്ഥത്തിലെ അവകാശ സമരങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഒരു സമര ചരിത്രവും ഇല്ലാത്തവരാണ്. അപ്പൊ അവരുടെ കയ്യിലുള്ള ആയുധം എന്താണ്? ഞങ്ങൾ അമ്പലം പണിയും, അതിന് ഞങ്ങൾ പള്ളി പൊളിക്കും. ഞങ്ങള് മുസ്ലിമുകൾ ഇപ്പൊ പറയുന്നത് മുഴുവൻ ഇവിടെ വന്ന് ശത്രുക്കളാണ്. ഇലക്ഷൻ കമ്മീഷണർ കേസ് എടുക്കേണ്ട കാര്യം അത് വെച്ചടിക്കുകയാണ്. ഒരാളും ഉണ്ടാവില്ല. അവസാനം വിരൽ പിടിച്ച് പറയുന്നതാണ്. നമ്മൾ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ വരുന്നു. മറ്റേത് നേരത്തെ പറഞ്ഞ ചരിത്രമാണ്. അപ്പൊ നമ്മൾ ഈ കൂടിയിരിക്കുന്നതിനകത്ത് എത്രയോ വ്യത്യസ്തമായ ജാതിക്കാരുണ്ടാവും, എത്ര വ്യത്യസ്തമായ വിശ്വാസികൾ, സാമ്പത്തിക ശാസ്ത്രമുള്ളവരുണ്ടാവും, എത്ര വ്യത്യസ്തമായ ഡ്രസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, എത്ര വ്യത്യസ്തമായ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം. ഞാനിതിലേക്ക് നടന്നു വരുമ്പോൾ ഈ മണ്ണിലൂടെ ഏറ്റവും കൂടുതൽ നടന്നൊരു മനുഷ്യനെ നമ്മൾ ഓർക്കും. ആരായിരിക്കാം? ഒരു വെള്ളയും വസ്ത്രമിട്ട് ഒരു കൊടയും തൂക്കി ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞു അല്ലേ? സഖാവ് നാരായണ മോഹൻ.
ഇതിലൂടെ മുഴുവൻ നടക്കുന്നൊരു മനുഷ്യൻ. എത്രയോ കിലോമീറ്ററുകൾ, ഞാൻ നാളെ അനുസ്മരണത്തിന് പറഞ്ഞുള്ളൂ, എത്രയോ കിലോമീറ്ററുകൾ നടന്നിരിക്കുന്നൊരു മനുഷ്യൻ. അതിരാവിലെ തുടങ്ങും. ഓരോ ഗ്രാമത്തിനും അങ്ങനെ ഓരോ നാരായണമാമന്മാരുണ്ട്, ഓരോ കൃഷ്ണപിള്ളമാരുണ്ട്, ഓരോ EMS മാരുണ്ട്. ഇത്തിരി തലച്ചോറ് കൂടുതൽ ഉപയോഗിച്ച് സാംസ്കാരികമായിട്ടും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഓരോ EMS മാരുണ്ട്. അവകാശ സമരങ്ങൾക്ക് അടികൊള്ളാൻ തയ്യാറുള്ള AKGമാരുണ്ട്. എല്ലാ ഗ്രാമത്തിലുണ്ട്. അത് നശിച്ചു എന്നൊക്കെ കോൺഗ്രസ്സുകാരും BJPക്കാരും പറയുമോ? ഒന്നുമില്ല കേട്ടാ. നമുക്ക് നമ്മുടെ സഖാവ് സുനിൽകുമാർ എന്ന് പറയുന്നതിന്റെ തുടർച്ചയാണ്. ഈ നാരായണമാമന്റെയും ഇവിടെ നടന്നിട്ടുള്ള അതേത്രയും പ്രായമായിട്ട് പോരാടിയ നേതൃത്വത്തിന്റെ തുടർച്ചയാണ് ഈ പൾസ് VS സുനിൽകുമാർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ ഗ്രാമം, ഓരോ ജില്ല എടുത്താലും അങ്ങനെ ഓരോരുത്തർ കയറുന്നു. യുവതലമുറ പഴയ പോലെയല്ല, നന്നായിട്ട് വായനാശീലമുള്ള. ഇപ്പൊ നാരായണമാമനൊക്കെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഇതിൽ നിന്നാലും സമരം, മനുഷ്യാവകാശ സമരം, പോരാട്ടം, അതാണ് അതിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസമായിട്ട് മാറിയത്. പക്ഷേ പുതിയ ആളുകൾ അങ്ങനെയല്ല. പുതിയ കാൻഡിഡേറ്റ്സ് ഒക്കെ ഹൈലി എഡ്യൂക്കേറ്റഡും കൂടിയാണ്. സോഷ്യൽ മീഡിയ അവർക്ക് ഉപയോഗിക്കാൻ അറിയാം. ഇന്ന് കാലത്ത് തുറന്നാൽ അറിയാം എന്താണ് യൂട്യൂബിൽ പറയുന്നത്, എന്താണ് ഇൻസ്റ്റഗ്രാമിൽ പറയുന്നത്. അങ്ങനെ വരുന്ന സത്യസന്ധരായ കാൻഡിഡേറ്റ്സ് ആണ് ഇപ്പം നമുക്കിവിടെ LDFൻ്റെതായിട്ട് വരുന്ന 20 പേരെന്നുള്ളത്. ഒരൊറ്റ ആളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ നേരത്തെ ഈ നടന്ന മണ്ണ്, ഈ ഞങ്ങൾ നാടകക്കാർ ധാരാളം നടക്കുന്നവരാണ്. ഞങ്ങൾ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് നടക്കും. പണ്ടൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ കാറ് ഇത് ആണ്. പക്ഷെ എത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ നാടകം കാണാൻ പോകും. ഇവരൊക്കെ കമ്മിറ്റി കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്ക് 2 മണിക്ക് വന്ന് വീട്ടിൽ കിടന്നൊരു ചരിത്രമാണ്. 40കൾ 50കളുടെ ചരിത്രമാണ്, 60കളുടെ ചരിത്രമേ പറയുന്നത്. അതിന്റെ പിൻതലമുറയായിട്ട് വന്ന കുട്ടികൾ അതേപോലെ തന്നെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ എഡ്യൂക്കേഷൻ പ്ലസ് നീതിബോധം, ടെക്നോളജി പ്ലസ് നീതിബോധം. ടെക്നോളജി പഠിച്ചതിന് ശേഷം എന്നാൽ പിന്നെ മിസൈൽ ഉണ്ടാക്കാം, ബോംബ് ഉണ്ടാക്കാമെന്നല്ല ആലോചിക്കേണ്ടത്. നാട്ടിലെ കുടിവെള്ളം പരിഹരിക്കാൻ എന്തെങ്കിലും സ്കീം ഉണ്ടാക്കാൻ പറ്റുമോ? അവരുടെ ടെക്നോളജി അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. മികച്ച ലേഖനം എഴുതാൻ പറ്റും, മികച്ച നോവലിസ്റ്റ് ആവാൻ പറ്റും, പാട്ടുകാരനാവാൻ പറ്റും. ഇങ്ങനെ പല റേഞ്ചിൽ നമ്മുടെ അറിവിനെ നമ്മൾ തിരിച്ച് ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു അല്ലാത്തൊരു സമയത്ത് നിർണ്ണയിക്കപ്പെടുന്നതാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആരെ നമ്മൾ കയറ്റിവിടണം, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, ശരിക്കും ആരാണ് ജയിക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, ഇവിടെ സുനിൽകുമാർ ജയിക്കണം. ഞാൻ ഹ്യൂമറിൽ പറയാറുണ്ട്, കഴിഞ്ഞ 19 ഇലക്ഷനിൽ എന്തോ കുന്നിറങ്ങിയിട്ടൊരു മാലാക പോലെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, അയാൾ പ്രധാനമന്ത്രി ആയേക്കും. കാരണം അപ്പുറത്ത് അത് വലിയ ക്രിമിനലാണ്. അപ്പുറത്ത് ഈ RSS സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞാൽ നരേന്ദ്രമോദി എങ്ങനെയെങ്കിലും അധികാരത്തിൽ തെറിക്കണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ട് നന്മ നിറഞ്ഞ കേരളത്തിലെ മനുഷ്യർ വിചാരിച്ചു വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇട്ട് വയനാടിൽ നിന്ന് കുന്നിറങ്ങിയ ഒരു മിശിക പോലെ ഒരാൾ വന്നപ്പോൾ വിചാരിച്ചു രക്ഷപ്പെട്ടു. നമുക്ക് എന്തായാലും ഇവിടുന്നൊരു വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി, വടക്കേ ഇന്ത്യയിൽ വേറൊരു സ്ഥലത്തുനിന്ന് ആൾ ജയിക്കുന്നു, ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു. സംഭവിച്ചത് എന്താണ്? നമ്മൾ സത്യസന്ധരായതുകൊണ്ടേട്ടാ, നമുക്ക് ഈ ക്രൂക്കഡ്നെസ് ഇല്ല, കുബുദ്ധിയില്ല. കാരണം പോകേണ്ടത് മുഖ്യ ശത്രുവാണല്ലോ, അത് തെറിച്ചു പോകല്ലോ എന്ന് വിചാരിച്ചു. അവര് പിന്നെ കാശും കാര്യങ്ങളും ഭീഷണിപ്പെടുത്തി കലാപുണ്ടാക്കിക്കൊണ്ട് അവര് കുറച്ചു കാലം മുന്നോട്ട് പോകും. ഈ ചങ്ങാതിയുടെ പിന്നാലെ കൂടിയിട്ട് നമ്മുടെ ഇടക്ക് വോട്ട് കുറെ പോയിട്ടുണ്ടാവും, പോട്ടെ. എന്നിട്ട് 19 പേര് പോയിട്ട് എന്ത് സംഭവിച്ചു? ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രയോ കോൺഗ്രസ് MLA-മാര്, അരുണാചൽ പ്രദേശിലൊക്കെ 10-12 MLA-മാര് നോമിനേഷൻ പിൻവലിച്ച് പിടിച്ചോ നിങ്ങൾ BJP, നിങ്ങൾ കേറിക്കോ, ദയവിത് ഞങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു സംഘപരിവാർ തിരിഞ്ഞൊരു ഇടത്തേക്കും ചൊവ്വാലത്തെ കാലോട്ട് ചവിട്ടും ചവിട്ട് വരും, തെറി വിളിക്കും. ഇപ്പൊ സൂററ്റിൽ നടന്നെന്താ? കള്ളപ്പെട്ട് കൊടുത്ത് ആ നോമിനേഷൻ പുറന്തള്ളിപ്പോയി. ഏകപക്ഷീയമായിട്ട് അല്ലേ, ഏറ്റവും വലിയ ഒരു ചതിയാണ് നടന്നത്. ഒപ്പം തന്നെ അതിന്റെ പുറകിലും നിന്ന കക്ഷിയാണ് BSP, അവരും പിൻവലിച്ചു, കാശ് മേടിച്ചിട്ടാണ്. എന്നാലേ നമുക്ക് സംശയിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോ ഏകപക്ഷീയമായിട്ട് ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ജയിച്ചു എന്നുള്ള പ്രഖ്യാപനം വരുന്നു, നമ്മൾ അതിലൊന്നും വന്ന് കൊടുക്കണ്ട. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ അറ്റാക്ക് ചെയ്യുന്ന 2 പേരെയാണ്, സംഘപരിവാർ RSS. അതിവിടെ 3-ാം സ്ഥാനത്ത് 4-ാം സ്ഥാനത്തേക്ക് പോയാലും കുഴപ്പമില്ല. ഇവിടെയുള്ള ഈ BJP-യുടെ കാൻഡിഡേറ്റ്സ് NDA മുഴുവൻ മിനിമം 3-ാം സ്ഥാനത്ത് നിൽക്കട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ മറ്റവന്മാരെ നമ്പിക്കൂടാ. അവരെ നമ്മൾ ഇവിടുന്ന് കഴുതകൾ ആയിട്ട് മാറുന്നത് ഞാൻ പറയാറുള്ളൂ, കുതിരകളായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് അവിടെ ചെന്നപ്പോ കഴുതകളായി മാറി. കഴുതകളായിട്ട്
മോദി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളായിട്ട് മാറി. ഒരു സമരത്തിൽ നമ്മൾ ഇവിടുത്തെ ആരിഫിന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ലെഫ്റ്റ് ആയിട്ട് വന്ന ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും സമരം ഒത്തു വന്നിട്ട് ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് അവർക്ക്. ഒരു മുട്ടുപറക്കിയവർക്ക് സ്വന്തം കോട്ടി ഉയർത്താൻ പോലും കഴിയില്ലാത്ത അവസ്ഥയിലാ. ഇതിന്റെ അർത്ഥം നാളെ അവർ വഞ്ചിക്കുമെന്നാണ്. നമുക്ക് നമ്മുടെ 20 പേര് പോയേ പറ്റൂ. നമ്മുടെ 20 പേരോട് പോയിട്ട് ചരിത്രബോധമുള്ള കറകളഞ്ഞ ഇലക്ട്രൽ ബോണ്ടല്ല നിങ്ങൾ കോടികൾ മുന്നിൽ വെച്ചാലും ചായ കുടിക്കണ 1 രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 5-10 രൂപ വേണമെങ്കിൽ എടുക്കുമായിരിക്കാം. എന്നാലും എടുക്കില്ല. അത് ഏതെങ്കിലും സഹാക്കളോട് വീട്ടിൽ നിന്ന് കട്ടൻ കാപ്പി കൊണ്ടുവന്ന് കഴിക്കാന്ന് പറയും. അങ്ങനെ കോടികൾ കണ്ടാൽ ഈ പിന്നെ പരുന്തിനെ നോക്കിയിട്ട് ഇങ്ങനെ സ്തുതി പറയുന്ന ആൾക്കാരല്ല. പണത്തിന് മേൽ പരുന്തും പറക്കുന്നു പറയുന്നു. പണത്തിന് മേൽ പരുന്തും, പരുന്തിന്റെ മേലെ ഞങ്ങൾ കുറച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞു കാണിച്ചു. അത്തരം ആളുകളെ നമ്പിക്കൂടാ. ആ പഴയ കഥ എങ്ങനെയാ? പഴയ കഥ എന്ന് വെച്ചാൽ നിയമസഭ വരുമ്പോൾ UDF LDF, മറ്റോടത്ത് ഇപ്പോ രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധി അല്ലേ നമ്മൾ ഇവിടുന്ന് നമ്മുടെ സഖാക്കളെ കയറ്റിവിട്ടിട്ട് എന്ത് കാര്യം? ഇതാണ് ഇവർ വന്ന് വീട്ടിൽ വന്ന് ഫീഡ് ചെയ്യുക. ഇന്ന് ദേശീയ പാർട്ടി, വലിയ പാർട്ടി 450-500 സീറ്റ് കിട്ടിയിരുന്ന കോൺഗ്രസ് പിന്നെ പൊളിഞ്ഞ് VP സിംഗ് പോയി. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആലോചിച്ച് നോക്കി, ഇതേ കോൺഗ്രസ് എവിടെ പോയി? 450 സീറ്റിലോ വോട്ടി പാളിസായി പോയി. പിന്നീട് 81 വീണ്ടും ഇന്ദിരാഗാന്ധി കയറി വന്നു, മറ്റൊരു ബദലില്ലാത്തതുണ്ട്. അപ്പൊ അത്തരം ആളുകൾ ചിന്ന ഭിന്നായിട്ട് വരികയാണ്. അവരാണെങ്കിൽ കാശ് ഇപ്പൊ ഇതൊരു ഗാംബ്ലിംഗ് പോലെയാ. ഞങ്ങൾ ഡൽഹിയിലെത്തി നമുക്ക് കച്ചവടം ഉറപ്പിക്കാലോ. നമ്മുടെ 20 പേര് അങ്ങനെയല്ല. നമുക്ക് സത്യം വേണോ? സത്യസന്ധരായിട്ടുള്ളവരുടെ കൂടെ നിൽക്കണോ? ആ ഒറ്റ പോയിന്റാണ് ഈ ഇലക്ഷനിൽ വരുന്നത്. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ അടുത്ത നിയമസഭയും ലോകസഭയും വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന തന്നെ ഉണ്ടാവില്ല. അതിഭീകരമായ ഓരോ കാര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ തലത്തിലും, പ്രത്യേകിച്ച് സുനിലിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവരും മനസ്സിലുണ്ട്. പ്രളയകാലത്ത് എന്ത് ചെയ്തു, കൊറോണ കാലത്ത് എന്ത് ചെയ്തു, ഈ മുണ്ട് മുറുക്കി കുത്തി ഒപ്പം നിന്ന് ഉറക്കൊളച്ച്, ഇപ്പോഴും പൂരം നടക്കുമ്പോൾ ഉറക്കൊളച്ച് ഒപ്പം നിന്ന് കെ രാജൻ മിനിസ്റ്ററും സുനിൽ തന്നെയായിരുന്നു. മറ്റേ പറ വെച്ചതിന് ശേഷം പോയി. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, എന്തെങ്കിലും കലാപുണ്ടോ, പൊട്ടിപ്പുറപ്പെട്ടുണ്ടോ, എന്നാ ഓടി വരാൻ. 12:30 1 മണിക്കാണല്ലേ സുരേഷ് ഗോപി ഓടി വന്നു എന്ന് പറയുന്നു. ഇവിടെ ഉറക്കം കളഞ്ഞ് ഒപ്പം നിന്ന്, കാരണം പ്രശ്നങ്ങൾ സംഭവിക്കുമെന്ന് മണത്തറിഞ്ഞിരുന്നു. മൊത്തം കുളം കലക്കി മീൻ പിടിക്കുന്നവര് പലരും ഇവിടെ ക്യാമ്പ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കും 3:30-4 മണിക്കിടയിൽ കുളം കലക്കി മീൻ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ഏത് വഴിക്കാ വന്നത്? ഒരു കമ്മീഷണർ. ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. കളക്ടറേറ്റിനകത്ത് സംസാരിക്കുമ്പോൾ ഒന്നുമില്ല, പൂരൊക്കെ ജനങ്ങൾ കാണട്ടെ, എവിടേക്കുണ്ട് 1.5 മണിക്കൂർ മുമ്പ് മാത്രം ആ ഏരിയ, അപകടകരമായ ഏരിയയിൽ നിന്ന് ഒഴിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ സംഗതി 10:30 മുതലൂടെ പണി തുടങ്ങുന്ന ആരോട് ചോദിച്ചിട്ട് നമ്മൾ വീണ്ടും സംശയിക്കണം. വെറുതെ അല്ല പിണറായി സഖാവ് പറഞ്ഞത്, കമ്മീഷണറെ മാറ്റും. ഏറ്റവും ഡേഞ്ചർ പണിയാണ് പ്ലാൻ ചെയ്തിരുന്നതെന്നാണ് ഇപ്പൊ തിരുവമ്പാടി അയാൾ പറയുന്നത്. സുരേഷ് ഗോപി ഒന്ന് വിളിച്ചിട്ടില്ല കേട്ടാ. എന്താ പറ്റിക്കല, ഒരു ലൂർദ് പള്ളിയിൽ ഒരു കിരീടം കൊണ്ടുവച്ച് പറ്റിച്ചു. തട്ടാന്റെ ഭാര്യയും നാട്ടുകാരും അയൽക്കാരും വിശ്വാസികൾ, അത് തൃശ്ശൂർ നസ്രാണികൾ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. വളരെ ശ്രദ്ധിക്കട്ട. ബിസിനസിന്റെ സകല മർമ്മറിയുന്നവരാ. നിങ്ങൾ ഈ ലക്കാലിലോടാക്കി വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് കിരീടം വന്നാൽ അതൊന്നും കുറച്ച് നോക്കരുതെന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ സമ്മതിക്കില്ല. കണ്ടുപിടിക്കപ്പെട്ടപ്പോ ഡാഷായി പോയി. പൂരം കുളം കലക്കി പിടിക്കാൻ നോക്കി, നടന്നില്ല. പല തലത്തിൽ ഇത്ര ആളുകളെ ജയിപ്പിച്ചു വിട്ടാത്ത സ്ഥിതി ആലോചിക്കുക. മൊത്തം കേരളത്തെ അങ്ങ് മണിപ്പൂരാക്കി തരും. നമ്മളിപ്പോ ഇരുന്ന കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമാധാനമൊന്നും ഉണ്ടാവില്ല. ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്, പറ്റുന്നില്ലേ. കാരണം നല്ല ഫോഴ്സ് അവിടെ LDF, DYFI, CITU, SFI എല്ലാ യൂണിവേഴ്സിറ്റി നമ്മുടെ പിള്ളേരയില്ല. ഇവര് ABP വെച്ച് അടിച്ച് തകർക്കാൻ നോക്കി. എന്നിട്ട് JNU നമ്മൾ എടുത്തൂല്ലേ. അപ്പൊ ഇന്ത്യൻ യൂത്ത്, JNU എന്ന് പറഞ്ഞാൽ
ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി, അവരുടെ കുത്തൊക്കെ RSS സംഘപരിവാറിന്റെ ഏരിയയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ABPക്കാർ അറ്റാക്ക് പ്രതീക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെയാണ് നമ്മുടെ SFIയുടെ പിള്ളേർ ചുണക്കുട്ടികൾ. ബംഗാളിലടക്കം പോയി DYFI SFIയുടെ പ്രകടനങ്ങൾ കയറി വരുന്നു, ലക്ഷക്കണക്കിന് തിരിച്ചറിഞ്ഞു തുടങ്ങി. ഏറ്റവും ഹൈടെക്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പുതിയ യൂത്താണ്. വിദ്യാഭ്യാസം ചാറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ കളിയാക്കൊന്നും വേണ്ടവരെ, ഈ ചെറിയ യൂത്തിനെ. പ്രളയകാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ എത്ര യുവാക്കളാണ് ഇവിടെ ഒരു അണിചേർന്നത്. ആ ഒരു നന്മ നിറഞ്ഞ എനർജി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ എനർജീനെ എങ്ങനെ 3-4 കഷ്ണാക്കി ചിന്ന ഭിന്നാക്കാം, കാരണം ആ എനർജീനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ ഇടതുപക്ഷമാണ്. ലോകത്തിന്റെ മാതൃകയാണ് കേരളം. ഇനിയിപ്പോ വന്നപ്പോഴും, പ്രളയം വന്നപ്പോഴും, കൊറോണ വന്നപ്പോഴും ലോകത്തിന്റെ ആരോഗ്യ മേഖല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നോക്കുന്നത് ഇതെന്ത് ഈ കേരളത്തിന്റെ വിജയം എന്താണ്? ഇവിടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എല്ലാ പഞ്ചായത്തിലും വാർഡിലും നെറ്റ്വർക്കാണ്, ഗവൺമെന്റിന്റെ കൺട്രോളാ. എന്താ യൂറോപ്പിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടത്, വയസ്സന്മാർ കൊല്ലപ്പെടാൻ ഏറ്റവും ലിസ്റ്റ് കൊറോണ പീരീഡിൽ എന്താ പറഞ്ഞു? പ്രൈവറ്റൈസേഷന്റെ കയ്യിലാണ് എടുക്കുന്നത്. നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ എടുക്കണേ 1 ലക്ഷം 2 ലക്ഷം കുറക്കേണ്ടി വരും. ഇവിടെ നമുക്ക് വാക്സിനൊക്കെ ഫ്രീ ആയിരുന്നു. പ്രൈവറ്റ് ആശുപത്രി പോകേണ്ട കാര്യമേ ഇല്ല നമുക്ക്. അത്ര ലെവലിൽ ഇവിടെ ആരോഗ്യ മേഖല നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ ആയിട്ട് ഗംഭീരമാക്കി എടുത്തു. അതാണ് വേൾഡ് ഹെൽത്ത് സെന്റർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ഇതിന്റെ മർമ്മം? ഇവിടെ ഡെത്ത് നിരക്ക് കുറവ്. എങ്ങനെയാണ് അതിന്റെ മരണം? എങ്ങനെയാണ് ഈ പൊടി പിടിച്ച് കിടന്നിരുന്ന ഈ ഹൈസ്കൂളുകളും LP സ്കൂളുകൾ, അംഗൻവാടികൾ ഇത്രയും ഏറ്റവും ഹൈടെക് ആയത്? രവീന്ദ്രൻ മാഷ് കയറി 16 മുതൽ പഠിച്ചു നോക്കും. നമ്മുടെ കുട്ടികൾക്ക് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇന്ന് പ്രൈവറ്റ് സ്കൂളുകളിലും കോളേജിലും പോകേണ്ട കാര്യമില്ല. നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ ഹൈടെക് ആണ്. ആ ഹൈടെക് ബ്രെയിൻ തന്നെയാണ് ഈ SFIയുടെ പിള്ളേരായിട്ട് മാറുന്നത്. അവർ തന്നെയാണ് ഇന്ന് റീൽസും ഷോർട്സും വെച്ചിട്ട്, ട്രോളും വെച്ചിട്ട് സംഘപരിവാറിന് ഒപ്പത്തിന് ഉരുളയ്ക്കൊപ്പേര് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഹൈടെക് വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയതിന് മിടുക്കാണ്. എല്ലാ വീട്ടിലും കമ്പ്യൂട്ടർ ഉണ്ട്, എല്ലാ വീട്ടിലും മൊബൈലുകൾ, ഐഫോണുകൾ, ഫിലിം ചെയ്യാവുന്ന ഐഫോണുകൾ, ഇതെല്ലാം പിള്ളേർ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ പേടിക്കുകയാണ് വടക്കൻ ലോബി, സംഘപരിവാർ. കാരണം കേരളത്തിനെ നമുക്കൊന്ന് കുട്ടിച്ചോറാക്കിയിട്ട് വേണം ഇത് മുഴുവൻ കച്ചവടം ഉറപ്പിക്കാൻ. വന്ന ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുഴുവൻ പ്രൈവറ്റിന് കൊടുക്കും. നമുക്ക് നടക്കാനുള്ളത് ഈ വഴിയൊക്കെ പ്രൈവറ്റിൻ്റെ കയ്യിലാവും. അപ്പൊ ഏറ്റവും വിഭവസമൃദ്ധമായ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ട് അത് എങ്ങനെയാണെങ്കിലും യുദ്ധം നടത്താൻ പറ്റില്ല. കാരണം യുദ്ധം നടത്താൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിനേക്കാളും താല്പര്യം വരും അമേരിക്കക്കായിരിക്കും. ഇവിടെ എണ്ണപ്പാടകളൊന്ന് കണ്ടുപിടിച്ചോട്ടെ. പിറ്റേ ദിവസം മിസൈൽ വരും ഇവിടെ. ഇറാഖിലൊക്കെ വന്ന പോലെ നമ്മളിവിടെ എണ്ണപ്പാടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോണതാണ്. പക്ഷെ ഏറ്റവും വിഭവസമൃദ്ധമായ തീരദേശ മേഖലകളും കാടും വയലും ഇതിനെ പിടിച്ചെടുക്കേണ്ടത്. ഇതിനെ ഇവിടുത്തെ ഈ ഐക്യബോധം തകർക്കണം. ഇതാണ് അതിന്റെ സിമ്പിൾ ലോജിക്. മണിപ്പൂരിൽ കലാപം ഉണ്ടാവുമ്പോൾ എന്താ ലോജിക്ക്? ചില കുന്നിൻ പ്രദേശങ്ങളിലായി ഈ കുഴിച്ചെടുക്കുന്ന ഖനികളായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ എസ്റ്റേറ്റുകൾ, ഇത്ര ലക്ഷം റബ്ബർ അല്ലെങ്കിൽ അതുപോലുള്ള എസ്റ്റേറ്റുകൾ വെക്കാൻ പറ്റുമോ? ഈത്തപ്പഴത്തിന്റെ തോട്ടം വെക്കാൻ പറ്റുമെന്ന് അദാനി അംബാനി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനാണ് ഈ തല്ലുടിപ്പിക്കുന്നത്. മേറ്റികളും കുക്കികളും പറഞ്ഞ് അടിച്ച് തവിട് പൊടിയേക്ക് തരും. അപ്പൊ പിന്നെ ഇവർ ഒഴിഞ്ഞു പോകുമല്ലോ. ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുന്നിൻ മേഖലകൾ പിടിച്ചെടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് തിയറി. അതിന് പ്രാദേശിക വെപ്പൺസ് കൊടുക്കുന്നു. ബാക്കിയുള്ള ഉക്രൈനിലൊക്കെ വലിയ വലിയ യുദ്ധോപകരണങ്ങൾ വിറ്റഴിക്കുന്നു. അപ്പോൾ വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള ആയുധ കച്ചവടം, അതിന് ഇമ്പീരിയലിസമാണ്, സാമ്രാജ്യത്വമാണ്. സംശയമൊന്നുമില്ല. കാരണം അവർ 3ാം കിട ആയുധങ്ങൾ കുറെ കെട്ടിക്കെടുക്കണം. അതൊക്കെ എവിടെയെങ്കിലും വിറ്റഴിക്കണം. അപ്പോൾ യുദ്ധവും കലാപവും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ വേൾഡ് നിൽക്കുന്ന ഒരു സ്ഥലം. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ ഇടതുപക്ഷം അത്യുജ്വലമായ വിജയത്തിലേക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ ഞെട്ടിപ്പിറക്കി ആദ്യം മൂത്രമുള്ള ഈ സംഘപരിവാറ. കാരണം ഒരു നിലയ്ക്ക് ഇവിടെ രക്ഷയില്ല. പിന്നെ ഇത് നമ്മളിവിടെ ഒരു 10, 12, 8, ഒരു 12, 8 മതി നമുക്കൊരു മോഹം എന്ന് വിചാരിക്കാം. 10, 10 പറയണവരുണ്ട്. 16, 4, 4 UDF, 16 നമുക്കും, 14, 6. ഒന്നിൽ നിന്ന് എത്ര കിട്ടിയാലും നമ്മൾ എത്ര ഇരട്ടിയ വിജയം. പക്ഷെ നമ്മൾ അവിടെ ഈ ഇതിങ്ങനെ കൊയ്ത് മുന്നോട്ട് പോകുന്നു. നമ്മൾ സമരം ചെയ്യുന്ന വീര്യമുള്ളവര് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് മുതലുള്ള സംഗതികൾ അവർക്ക് തുടരാൻ പറ്റില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവിടെ സമരം ചെയ്യും. നമ്മൾ ചോറ് കൊടുത്ത് സമരം ചെയ്യും. മറ്റേ നേരത്തെ പറഞ്ഞ കോൺഗ്രസ്സുകാർ പോയാൽ ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പരമാവധി നമ്മുടെ MP മാർ ഇവിടുന്ന് പോകണം.
ഒന്നാം UP 2004 വരെ നമുക്ക് മൊത്തം 64 സീറ്റ് ഉണ്ടായിരുന്നു. ആ ഒന്നാം UP ഭരണത്തിന്റെ നേട്ടങ്ങൾ ധാരാളം ഉള്ളതാണ്. പക്ഷെ രാജീവ് അവർക്ക് തലേക്ക് കയറിയില്ല. അവർ LDF-ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് രണ്ടാം UP വരുമ്പോഴേക്കും നമുക്ക് വിട്ടുപോകേണ്ടി വന്നു. കാരണം അഴിമതിക്കാരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ആ ഗ്യാപ്പിലാണ് മറ്റേ വാജ്പേയി ടീം നുഴഞ്ഞു കയറിയിട്ട് ഇപ്പം ഈ രൂപത്തിലാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ വിജയമുണ്ടായില്ലെങ്കിൽ നമുക്കിങ്ങനെ കൂടിയിരിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഏത് അന്നം കഴിക്കണം, ഏത് ആഹാരം, ഏത് വേണം, ഏത് ഭക്ഷണം, ഏത് വസ്ത്രം വേണം ഒന്നും അവർ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരിക. ദൂരദർശന്റെ കളർ തന്നെ കാവിയാക്കി. ഇന്ത്യൻ ആർമിക്ക് കാവി മതി, പോലീസിന് കാവി മതി, നല്ല സുഗന്ധം. ഇപ്പൊ നമുക്ക് എത്ര റെയിൻബോ കളർഫുൾ ആയിട്ടിരിക്കുന്നത് കുട്ടികളുടെ ആഘോഷങ്ങള്. ഞങ്ങൾ നാടകക്കാര്, ഞാൻ അതിന്റെ ഒരു ആംഗിൾ പറഞ്ഞുതരാം. ഇവിടുത്തെ കൊറോണ പീരീഡിൽ ഇവിടുത്തെ സംഗീത നാടക അക്കാദമി വഴിക്ക് 2 ലക്ഷം കൊടുത്തുകൊണ്ട് 2 വർഷം 3 വർഷമായിട്ട് 45 അമേച്ചർ നാടക സംഘത്തിന്, 50ഓളം പ്രൊഫഷണൽ നാടക സംഘത്തിന് 15,000 കൊടുത്തുകൊണ്ട് എൻ്റെ മോനടക്കം അവൻ്റെ പാട്ടും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. 100 പേർക്ക് 15,000 വെച്ചുകൊണ്ട് ഈ കേരള ഗാനം നാടൻ കലാസംഘത്തിന്. എത്ര സംഗതികളാണ് നമ്മൾ എവിടെ നിന്നുണ്ടായിട്ടത്? കൊറോണയ്ക്ക് ശേഷം നമ്മൾ അതിജീവനത്തിന്റെ പ്രശ്നമായിട്ട് ആ ഭക്ഷണത്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആ ഭക്ഷണം വഴിമുട്ടിക്കാനാണ് കേന്ദ്രം നോക്കുന്നത്. നമ്മൾ 6 ലക്ഷം വീട്, 6 ലക്ഷം രൂപയുടെ 6 ലക്ഷം വീട് കൊടുക്കാൻ ലൈഫ് എന്ന് പറയുമ്പോൾ അതൊരു 3-4 ലക്ഷം കഴിഞ്ഞപ്പോൾ മറ്റവർക്ക് തോന്നി നമുക്കൊരു 50,000 75,000 കൊടുത്തിട്ട് മൊത്തം അത് അടിച്ചു മാറ്റാം. ആ ഫോട്ടോ വയ്ക്കണം. നടക്കുവോ? എങ്ങനെ? അതുവരെ നമ്മൾ 6 ലക്ഷം കൊടുത്ത് നമ്മുടെ ലൈഫ്, നമ്മുടെ LDF ഗവൺമെന്റ് വീടുകൾ വെച്ച് ഞാനൊക്കെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പ്രളയം അതിജീവന സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഇവിടെ കാണിക്കുന്ന ഒരു സംഭവം 1 hour ഈ പുറാഞ്ചേരി ഏരിയ, പട്ടമ്പത്തൂർ ഏരിയ നടന്ന് 35 വീട് സഹകരണ പ്രസ്ഥാനം മാത്രം വെച്ചു കൊടുത്തിരിക്കുന്നു. തലപ്പള്ളി താലൂക്കിന്റെ മൊത്തം 2000 സ്കീമിൽ 500 തൃശ്ശൂർ, അതിൽ 35 എണ്ണം തലപ്പള്ളി താലൂക്ക് എല്ലാ വീട്ടിലും പോയിട്ടുണ്ട്. 600-700 സ്ക്വയർ ഫീറ്റ് വീട്. ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്ററി ആയിട്ട് നമ്മൾ കെ രാജനാണ് അതിന്റെ പ്രകാശനം ചെയ്തത്. ഇങ്ങനെയുള്ള സ്കീം മുന്നോട്ട് പോകുമ്പോൾ അതില് നുഴഞ്ഞു കയറിയിട്ട് ഞങ്ങളൊരു ഇത്ര സംഭവം തരാം. ഇന്നലെ ആരോ നമ്മുടെ ചേർപ്പിലൊരു ടോക്കിൽ പറഞ്ഞു 1000 മീറ്റർ ഓട്ടത്തില് 900 മീറ്ററും ഓടി തളർന്നിട്ട് 100 മീറ്ററിന്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ ഓടിയിട്ട് പറയുന്നു ഞാനാണ് കേട്ടോ സ്കോർ ചെയ്തത്. അവസാനത്തെ 50 മീറ്റർ ഓടിയ ആൾ പറയുന്നത് ഞാനാണ് ഇത്രയും കിലോമീറ്റർ ഓടിയത് എന്ന് പറഞ്ഞ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ലെഫ്റ്റ് ഗവൺമെന്റിന് എവിടെ വികസനം, റോഡ് വികസനം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം, അന്നം, ആഹാരം, പെൻഷൻ, ഇതൊക്കെ ഉടക്കണേനും എങ്ങനെ ഉടക്കാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം ഇത് കൺസോളിഡേറ്റ് ചെയ്ത് വോട്ടായി കഴിഞ്ഞാൽ ഇവിടെ ഹാട്രിക് തയ്ക്കും. നമ്മൾ റൊണാൾഡോ ഹാട്രിക് അടിച്ചു, മെസ്സി ഹാട്രിക് അടിച്ചു, പിന്നെ 2026 പിണറായി സഖാവും ഹാട്രിക് അടിച്ചു. സഹിക്കാൻ പറ്റില്ല. വടക്കേന്ത്യയിലെ സംഘപരിവാർ RSS സഹിക്കാൻ പറ്റില്ല. അവരിപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇവിടെ പെയ്ഡ് മീഡിയ 100ഓളം പിന്നെ ഇവർക്ക് കാശ് കൊടുത്തു എഴുതി 2016 ഇലക്ഷനിൽ വെള്ളാപ്പള്ളി അടക്കം അവരുടെ കൂടെ. ഓ ഗംഭീരായി. എന്തായാലും വേടൻ ഏത് പേര് നായർ അന്നൊരു മുദ്രാക്കി ഇറക്കിയിരുന്നല്ലോ. നായാടി മുതൽ നമ്പൂരി വരെ. എന്നിട്ട് 91 സീറ്റ് നമുക്ക് കിട്ടി. ഒരു അന്തം വിട്ടു. അമിത്ഷാക്ക് ഇരുന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മീഡിയക്ക് ഞാൻ കാശ് തന്നില്ലേ, ഞാൻ ഇത് തന്നില്ല, എന്നിട്ട് എന്ത് നോണാ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് എന്താ ഇവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ശബരിമല കുത്തിയിളക്കി നമ്മൾ നോക്കിയില്ലേ? പ്രളയകാലത്തൊപ്പം നിന്നൂല്ലേ? ആരൊപ്പം നിന്നു? PS സുനിൽകുമാറൊപ്പം നിന്നു, നമ്മുടെ അന്നത്തെ എല്ലാ MLA-മാരൊപ്പം നിന്നു. അപ്പൊ ഇവരാ സേവാഭാരതിയ DYFI ഒപ്പം നിന്നു. എടാ പിള്ളേരെ അത്താട്ടാ, അവരൊപ്പം നിന്ന് ക്യാമ്പ് ഉണ്ടാക്കുന്നു, സാധനങ്ങൾ എത്തിക്കുന്നു. എന്നാൽ സേവാഭാരതിക്ക് കൊടുക്കാം, ഇത്തിരി കുപ്പിവെള്ളം കൊണ്ടു കൊടുക്കുക. ഇവിടെ പൊതിച്ചോറ് കൊടുക്കുന്നു, ഇവിടെ തെറി പറയാനൊക്കെ കുറെ പേര്. എത്ര ഇന്റർനാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ്. എത്ര വർഷമായിട്ട് DYFIയുടെ പൊതിച്ചോർ മനുഷ്യ ഹൃദയങ്ങളിൽ കയറുകയാണ്. ഇതിങ്ങനെ വോട്ടാവണമെന്നുള്ളവർക്കും. അപ്പൊ അവരാലോചിച്ചു മാട്ടം 2021 വരട്ടെ, ഞങ്ങൾ ശരിയാക്കി. അപ്പൊ 19 കഴിഞ്ഞപ്പോ 1-19 നിന്നുമില്ല. ഇനി ചുട്ടുപൊട്ടിക്കാന്ന് വിചാരിച്ചു വരും. കാര്യം കോൺഗ്രസ്സുകാർ അവിടെ നമുക്ക് കാശ് കൊടുത്താൽ കിട്ടില്ലോ.
എങ്ങനെ LDF-നെ തകർക്കാൻ നോക്കി. പണി പഠിച്ച വെള്ളാപ്പള്ളി നമ്മുടെ കൂടെ നിന്നു, പലരും നമ്മുടെ കൂടെ നിന്നു. ഇത്രയും പ്രതീക്ഷയില്ല. 91 99 ഇതുവരെ ഏഷ്യനെറ്റ്, മനോരമ ഇങ്ങനെ ഒന്ന് കൊല വിളിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഇത് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഈ ജനത 91 സീറ്റ് 99 ആക്കി കൊടുത്തേന്ന് പിടിതരുന്നില്ല. അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞു പിടിച്ച് എങ്ങനെയെങ്കിലും കുളം കലക്കി പറ്റുള്ളൂ. നമ്മളെങ്ങനെ അതിനെ അതിജീവിക്കുക? നമ്മുടെ അകത്ത് മനുഷ്യത്വം, മാനവികത, സ്നേഹം, കരുണ, സാഹോദര്യം, അവരുടെ അകത്ത് ക്രിമിനലിസം കുട്ടി ഈ പറഞ്ഞ പൂരത്തിന്റെ ഇടയിൽ കലാപുണ്ടാക്കാൻ പറ്റുമോ? പന്തൽ കത്തിപ്പിക്കാൻ ആൾക്കാരെ ചൂടാക്കി വിട്ടു. എത്ര എലൈറ്റിന്റെ മുകളിലൊക്കെ അടിപൊട്ടി വന്ന ആൾക്കാരറിയാം. ഒരു കക്ഷി കള്ളുപിടിച്ച എലൈറ്റിന്റെ മുകളിൽ അവിടെ ഒരു സ്ഥാപനത്തിന്റെ മുകളിൽ കയറി ആ വെടിക്കെട്ടുമോ ഇല്ലേട്ടാ ഈ വർഷം മാറ്റിവെച്ചെന്ന് പറയണേ. അവനെല്ലാവരും കൂടി കഴിയിട്ടു മിണ്ടാണ്ടിരിക്കുന്നതാ പറഞ്ഞു. കാരണം കുത്തിത്തിരിപ്പിട്ടാക്കാൻ കയറി വരികയാണ് ഓരോരുത്തർ. ഇത് കൈവിട്ട സൂത്രമാണെങ്കിൽ കയ്യിന്ന് പോയി. അത്രയധികം മനുഷ്യരോട് കെട്ടി നിൽക്കുകയാണ്. പൂരം നിർത്തി മറ്റു നിർത്തി പറഞ്ഞു. അത് ആ തിരുവമ്പാടിയൊക്കെ മാറ്റി പറഞ്ഞാണ്. കൃത്യമായിട്ട് ഇടപെട്ടതാരാണ്? സഖാവ് പിണറായി വിജയൻ, K രാജൻ, സുനിൽകുമാർ. അവർ ആ സമയത്ത് ഇടപെട്ടു എന്നുള്ളത്. നമ്മൾ കയ്യിൽ നിന്ന് പോയാൽ പോയി. പിന്നെ പറയാം ആഭ്യന്തര വകുപ്പ് പോയി, ഇവിടെ കണ്ടില്ല, ഇതാണ് അവസ്ഥ എന്ന് പറയും. ഇപ്പോഴും പറഞ്ഞ് വിചാരിപ്പിക്കുന്ന വെടിക്കെട്ട് രാത്രി കണ്ട പുലർച്ചെ കണ്ട വെടിക്കെട്ടാണ്. അതൊരു പകല് 7 മണിക്ക് പൊട്ടിപ്പോ. അപ്പൊ കമ്മീഷണറാണ് അതിന്റെ ആണിയെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ആ കളി നടക്കുന്നത്. അപ്പോ അതിലേക്കൊന്നും പോകാതെ വളരെ ഞാൻ അതിൽ നിന്ന് ഇന്നലത്തെ ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു, ഇത് കാണിക്കുന്ന ഒരു ലക്ഷണം എന്താണെന്നറിയോ? ഇപ്പോഴും നമ്മൾ 19 പോലെ കലാപം ഉണ്ടാക്കുന്ന ആളുകളെ ഒട്ടും അടുപ്പിക്കില്ല. ഈ സമയത്ത് K മുരളീധരൻ എവിടെയായിരുന്നു പൂരത്തിന്റെ സമയത്ത്? അല്ലെ, ഇലഞ്ഞിത്തറ മേളത്തിൽ K മുരളീധരനും സുനിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. ബിന്ദു ടീച്ചറൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം നടക്കുന്നത് K മുരളീധരൻ ആ വഴിക്ക് വന്നില്ല. എന്നിട്ട് ഓട്ടുത്താ പെങ്ങളെ ഓട്ടുത്താ. ആളുടെ പെങ്ങള് പോയി. അയാള് ഇപ്പൊ എല്ലാവരും പെങ്ങളെന്ന് വിളിക്കുക. എന്നാലും സ്വന്തം പെങ്ങള് പോയി. ഇനിയിപ്പോ എല്ലാവരും പെങ്ങളെ എനിക്ക് ഓട്ടുത്താ. മറ്റാള് BJPക്ക് വോട്ടുമുണ്ട്, എനിക്ക് വ്യക്തിയാ. എന്നവര് സ്വന്തമായിട്ട് നിന്നാ പോരെ. BJP ഒപ്പം നിന്നിട്ട് പറയും BJPക്കല്ല, നന്മ നിറഞ്ഞ മനുഷ്യൻ, നല്ല മുതലാ. അതൊക്കെ തിരിച്ചറിയാവുന്ന വിവരം ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും നല്ല ലക്ഷണമാണ് ഈ പൂരത്തിന്റെ ഇടയിൽ തകർക്കാൻ നോക്കുന്ന ആളുകളുടെ ക്ഷമയോടുകൂടി അവർക്കെതിരെ നമ്മൾ നിലപാടെടുത്തുകൊണ്ട് ഈ ദേവസ്വത്തിനും തിരുത്തി പൂരം കണ്ടിന്യൂനോടത്തേക്ക് പോകുന്നു. ഇതൊരു ശുഭലക്ഷണമാണ്. കലാപം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം ജനതയിൽ വിശ്വാസം കുറയും. പക്ഷെ ഇതിന്റെ അകത്ത് എത്രയോ കള്ളു കുടിച്ചവരൊക്കെ ഉണ്ടെങ്കിലും കൺട്രോൾ ചെയ്ത് നിന്നു. കാരണം സുനിലാണ് അവിടെ. സുനിലും K രാജനും ഉള്ളിടത്ത് നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയിട്ട് കല്ലെറിയാൻ പറ്റില്ല. ഞാൻ കണ്ട വികാരം അതാണ്. ആ 2 മനുഷ്യരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം മുഴുവൻ തെളിഞ്ഞിങ്ങനെ വരികയാണ്. ഒരു ഡോക്യുമെന്ററി സിനിമ തെളിയുന്ന പോലെ. അവര് ഉറക്കമില്ലാതെ ഓടി നടക്കുന്ന കാലത്ത് ചുമ്മാ അടിപൊട്ടിച്ച് പന്തൽ കത്തിച്ചൊന്നും ചെയ്യാൻ തോന്നില്ല മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ NDAക്ക് കിട്ടേണ്ട ഒരു 19,000 വോട്ട് പോയി കിട്ടിയെന്ന അർത്ഥം. നമ്മൾ കോൺഫിഡന്റ് ആണ്. പക്ഷെ നമുക്ക് ഈ 2 ദിവസങ്ങളിൽ വീടാന്തരം പോയിട്ട് നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാ വീട്ടിലും നിങ്ങൾ ചെന്നിട്ട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങണ്ടേ? ഐഷുത്ത, സെലീന, രമണി, നമുക്ക് ഒരുമിച്ച് മുറ്റത്തിരുന്ന് കട്ടൻ കാപ്പിയും ചായയും ഇതൊക്കെ കഴിച്ച് കൊള്ളി പുഴുങ്ങിയതൊക്കെ കഴിച്ച് നമ്മുടെ പിള്ളേരൊന്ന് ചെയ്യുന്ന ചെറിയ നാടകങ്ങളൊക്കെ ഉണ്ട്. ഒരുമിച്ച് നീങ്ങണ്ടേ? നമ്മൾ ശത്രുക്കളാവുന്നു. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അപ്പൊ ആര് ജയിക്കണം? LDF ജയിക്കണം. അത്ര ലളിതമാണ് എൻ്റെ യുക്തി. ഇതുവരെ വന്ന നേട്ടത്തിന്റെ 10 ഇരട്ടി സ്പീഡിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ നമ്മളെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സൈദ്ധാന്തിക കാര്യങ്ങളൊന്നും പറയാതെ നിൽക്കണം. ഞാൻ മണിപ്പൂർ നമ്മളിറക്കിയ, ഞങ്ങൾ രാവണി മാഷ് കൂടി ഇറക്കിയ മണിപ്പൂർ കവിതകൾ 3-4 പാടിക്കൊണ്ട് ചെറിയ കവിതകൾ 6 വരി ഐക്യദാർഢ്യം, മണിപ്പൂർ സ്ത്രീകൾക്കും മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് 4 പുസ്തകം നമ്മൾ ഇറക്കിയത്. അതിൽ 2 തോന്നുന്നു. ചുണ്ടുവിരൽ എന്ന് പറയുന്ന ഈ പുസ്തകമാണ്. അവിടുത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ മാത്രം 1000-400ഓളം കവികളാണ്. ഞാനൊരു കവിയും കൂടി ആയതുകൊണ്ട് 1-2 കവിത രാവണി മാഷിനും കാവ്യശികയ്ക്കൊക്കെ വേണ്ടി
ഞാനിത് ആക്ട് ചെയ്യുന്നതാണ്. ഇതിൽ ഒരുപാടെണ്ണം ഞാൻ ആക്ട് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. സ്നാപ്സ് എന്ന് പറഞ്ഞിട്ട് വെളിച്ചത്തിൻ്റെ 65 വയസ്സാണെങ്കിലും മനസ്സിൻ്റെ പ്രായം 30 പിടിച്ചു നിർത്തിയിരിക്കുക. ഇനി ഒരു 10-25 കൊല്ലം കൂടി നാടകം ചെയ്ത് മുന്നോട്ട് പോകും. നാരായണ സഖാവിന് പകരം നമ്മൾ സഹചേട്ടൻ്റെ ഡോക്യുമെൻ്റ് എടുക്കുന്നത് പറഞ്ഞു. KK വേലായുധേട്ടൻ എൻ്റെ ഞാൻ അതും കൂടി പറഞ്ഞിട്ട് കിടക്കാം. ഞാനും അന്തിക്കാട്ടുകാരനാണ്. 32 വർഷമായിട്ട് ചേർപ്പിൽ സെറ്റിൽ ചെയ്യുന്നുള്ളൂ. അന്തിക്കാട്, മണലൂർ, താന്നം, ചാളൂര്. അന്തിക്കാട് ചെത്തുതൊഴിലാളി സമരം സിനിമയാക്കാൻ വേണ്ടി 86-87 ഈ നടന്ന അവിടുത്തെ ഗോപാലകൃഷ്ണേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അല്ലേ, നാരായണേട്ടൻ, അവിടെ കേളുവേട്ടൻ, പുരുഷോത്തമേട്ടൻ, ഇങ്ങനെ കംപ്ലീറ്റ് നടന്ന് ഇന്റർവ്യൂ ചെയ്തു. നടക്കാതെ പോയ പ്രോജക്റ്റ്. അന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന രൂപങ്ങളിലൊന്ന് മണലൂർ വരുമ്പോൾ ഒരു ഗോപാലകൃഷ്ണൻ, സഖാവ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒരു ഗോപാലകൃഷ്ണനുണ്ടായിരുന്നു, നാരായണ സഖാവ്. കാരമുക്കിലെത്തിക്കഴിഞ്ഞ സഹചേട്ടൻ മെമ്മറിയിൽ വരും. പിന്നെ എൻ്റെ അയൽവാസിയായിരുന്നു KK വേലായുധേട്ടൻ. ആ ഒരു ഇരുണ്ട നിറത്തിൽ ശരീരം, വെള്ള വസ്ത്രം, ഒരു കറുത്ത ബാഗ്. ഞാൻ 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിൽ ഇങ്ങനെ മെമ്മറിയിൽ വരുന്ന രൂപമാണ്. അപ്പുറത്തൊരു ചക്കമ്പി വേലായുധനുണ്ട്, നമ്മുടെ വീടൊക്കെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു വേലപ്പോയതിലുണ്ട്. വേലപ്പോയതൊരു ചരിത്രത്തിലില്ല, നാരായണേട്ടൻ ചരിത്രത്തിലുണ്ട്. ഹിറ്റ്ലർ ചരിത്രത്തിലില്ല, കുപ്രസിദ്ധി ആർജിച്ചവൻ. പക്ഷെ ഗാന്ധിയും ചാർലി ചാപ്ലിനും പ്രസിദ്ധി ആർജിച്ചു. ഒരേ ജർമ്മൻ തെരുവിൽ നിന്ന് പട്ടിണി കിടന്നു വന്ന ചാർലി ചാപ്ലിൻ മഹാനായി മാറുന്നു. അതേ ജർമ്മൻ തെരുവിൽ നിന്ന് പട്ടിണി കിടന്നു വന്ന ഹിറ്റ്ലർ കുപ്രസിദ്ധി ആർജിച്ച് ക്രിമിനലായി മാറും. ഇറ്റാലിയൻ തെരുവിൽ നിന്ന് വന്ന ഇയാളും മുസോളനീനെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുന്നു. അപ്പൊ ആരാണ് ലോക ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്നത്? ആ പീരീഡ് മാത്രം എടുത്താൽ ഗാന്ധി, ചാപ്ലിൻ, അതുപോലെയുള്ള ആളുകളാണ് ഉയർന്നു നിൽക്കുന്നത്. ഹിറ്റ്ലർ, മുസോളിനിയൊക്കെ പോയി. സ്റ്റാലിൻ ഉയർന്നു നിൽക്കുന്നു. ഹിറ്റ്ലറെ പണി തീർത്തു കൊടുത്തത് സ്റ്റാലിനാണ്. ചെമ്പടയാണ്. അത്രയധികം രക്തസാക്ഷികൾ വീണാലും നാസി ജർമ്മനിയെ റഷ്യൻ തെരുവിൽ അടുപ്പിക്കില്ല എന്നുള്ള രീതിയിൽ തകർത്ത് കളഞ്ഞാണ്. അതിൻ്റെ വിരളി പിടിച്ചിട്ടാണ് അയാൾ പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഞാനിവിടുന്ന് സംഘപരിവാറായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും പറയുന്നു, ഈ ലോക ചരിത്രത്തിൽ ഫാസിസത്തിന് 3 വഴിയുള്ളൂ. ഈ ജനതയെ മുഴുവൻ ഫാസിസ്റ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളതുണ്ട്. അതിൻ്റെ ഒപ്പം 3 വഴിയുണ്ട് അവർക്ക്. ഒന്ന്, ജനങ്ങളാൽ കല്ലെറിയപ്പെട്ട് കൊല്ലും, അല്ലെങ്കിൽ വെടിയേറ്റ് കൊല്ലും, അല്ലെങ്കിൽ ആത്മഹത്യ, ഇല്ലെങ്കിൽ ഭ്രാന്തി. ഒന്നുകിൽ ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റുകളും ഭ്രാന്തന്മാരായി പോകും, ഇല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ജനങ്ങളാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. എന്നാലും പഠിക്കില്ല. ഞങ്ങൾ കളിച്ച ഒരു നാടകമുണ്ട്, 2 കോർപ്പറൽസ് എന്ന് പറയും. ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇവിടെ, അങ്ങനത്തെ ചെയ്തിട്ടുണ്ട്. നെപ്പോളിയനും ഹിറ്റ്ലറും കൂട്ടിമുട്ടുന്നതാണ് അതിന്റെ പ്ലോട്ട്. അതൊക്കെ ഇവിടെ ഈ 10-15 കൊല്ലം മുമ്പ് കളിച്ചു പോയത് ഇപ്പൊക്കെ എടുത്ത് പടക്കേണ്ടതാണ്. പ്രീ ഡിഗ്രിക്കൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. 2 കോർപ്പറൽസ്, യുദ്ധവീരന്മാർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊക്കെ ചെയ്തത്. അതിനകത്ത് ഈ ഹിറ്റ്ലർ പാരീസ് കീഴടക്കിയിട്ട് നമ്മുടെ നെപ്പോളിയന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ വരിക. പ്രതിമ അവിടെ, കാരണം ഇനി അടുത്ത് പോളണ്ട്, തന്നെ റഷ്യ ഇങ്ങനെ കീഴടക്കാൻ പോവാ, ഇംഗ്ലണ്ടൊക്കെ കീഴടക്കാൻ പോവാണ്. ഞാൻ പാരീസ് കീഴടക്കി. അപ്പോൾ പാരീസിലെ റഷ്യൻ പ്രതിമ, റഷ്യക്കാര് ഗ്രനൈറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത പ്രതിമയെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. നെപ്പോളിയൻ ഇങ്ങനെ വന്ന് ഇയാള് ഗാർഡിനോടൊക്കെ പോകാൻ പറഞ്ഞു. പ്രചോദനത്തിൽ നിന്ന്, കാരണം ലോകം കീഴടക്കുന്ന വേൾഡ് കോൺകറാവും, ഞാൻ ഇനി ലോകം കീഴടക്കി വരാൻ പോകണമെന്ന് പറയാനാണ് വന്നിരിക്കുന്നത്. വീരവാദം മുഴക്കാനാണ് വന്നത്. അപ്പൊ നെപ്പോളിയൻ കൂടെ ഇറങ്ങി വരും. ആരാ ഇവിടെ? ഒരു കുറിയ മനുഷ്യൻ. ഞാൻ അഡോൾഫ് ഹിറ്റ്ലർ. I came to get inspiration from you. നിന്നിൽ നിന്ന് പ്രചോദനം വേണം. To conquer the world. ലോകത്തെ കീഴടക്കാനാണ്. നിനക്ക് പറ്റാത്ത പണി ഞാൻ ചെയ്ത് കാണിച്ചു തരാടാണ് എന്ന് പറഞ്ഞിട്ട് വർത്താനം പറയുമ്പോൾ പോളി ഇറങ്ങി എന്നിട്ട് പറയും, ഒന്നും നടക്കൂല മോനെ. ഈ ഞാനും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ്. പക്ഷെ വാട്ടർലൂവിൽ ഇംഗ്ലീഷ് പടയുടെ മുമ്പിൽ ഞാൻ അവസാനിച്ചു. 7 വർഷം സെന്റ് ഹെലന ഐലൻഡിൽ, അത് കടലിന്റെ നടുക്കുള്ള ഐലൻഡിൽ തടവുകാരനായി കിടന്നു. അവിടെ കൊണറിയെ പിടിച്ചിട്ടാണ് അയാൾ മരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് തിരിച്ചറിഞ്ഞത്, നമ്മൾ ഈ ലോകം കീഴടക്കാൻ വേണ്ടി ഇത്രയും വൈവിധ്യമാർന്ന ലോകം മുഴുവൻ ഒറ്റ കാൽക്കീഴിൽ നിർത്താവുന്ന ഒരു സ്വപ്നം കണ്ടത് അബദ്ധമാണ്. പിരിച്ചു വിട്ടോ, നീ തിരിച്ച് ജർമ്മനിയെ പൊക്കോ, നിന്റെ വൈഫിന്റെ കൂടെയൊക്കെ സുഖമായിട്ട് ബിരിയാണി കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോന്ന് പറയും. പുച്ഛിക്കുക, പറ്റില്ല, ഞാൻ കീഴടക്കിയിട്ട് വരിടാ, നിനക്ക് പറ്റാത്തത് ഞാൻ ചെയ്തെങ്കിലോ, നിനക്ക് അസൂയാണ്, അതാണ് ഇതാണ്. അവസാനം നെപ്പോളിയൻ പറയും, നീ മോസ്കോയുടെ എത്തനോടുകൂടി നിന്റെ കഥ കഴിയും. ബെരസിന മഞ്ഞുമലകളിൽ
നിന്റെ പട്ടാളം പട്ടിണി കിടന്ന് ചാവും. ഒന്ന് പോയി നോക്ക്. സ്റ്റാലിന്റെ പടയനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചാണ് അന്ന് നെപ്പോളിയൻ ആ നാടകം. ഗംഭീര പ്ലേ അത്. BBC-ക്ക് വേണ്ടി വാൽഗിൽഗഡ് എഴുതിയ നാടകമാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കും, എന്റെ കുട്ടികള് അപ്പൊ നെപ്പോളിയൻ ഇങ്ങനെ പറയും, അപ്പൊ നിന്റെ കുട്ടികളെ കാണിച്ചു തരും. നിന്റെ കുട്ടികൾ. അപ്പോ യുദ്ധം ഉണ്ടാകുമ്പോൾ കുട്ടികൾ കൊല്ലപ്പെടുന്നതുകൊണ്ട് നെപ്പോളിയൻ ഒരു കണക്ക് വയ്ക്കും. അപ്പോൾ ഓരോ കുട്ടികൾ ഇങ്ങനെ വരും, യൂറോപ്പിലെ കുട്ടികൾ. ഞാൻ പേപ്പർ വെച്ച് ജീവിക്കുകയായിരുന്നു, ഹിറ്റ്ലറുടെ ബോംബർ വിമാനം എൻ്റെ തല തകർത്തു, ഞാൻ മറ്റത് ചെയ്യായിരുന്നു, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പാർക്കിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇങ്ങനെ കുറെ കുട്ടികൾ, ഗംഭീര പ്ലയാട്ടാ. കുട്ടികൾ ഇങ്ങനെ നിരന്ന് ഹിറ്റ്ലർ ചിരിക്കും. ഞാൻ എൻ്റെ കുട്ടീനെ കാണിച്ചു തരാം. അപ്പൊ നെപ്പോളിയൻ ഇതാണ് കണ്ട, നീ കാട്ടിക്കൂട്ടി കൊന്നുകളഞ്ഞ കുട്ടികളെ വന്നിരിക്കുന്നത്. സ്ത്രീകളുണ്ടെങ്കിൽ ഗംഭീര, സ്ത്രീകളും കുട്ടികളും നിരന്നു നിന്നിട്ട് ഇങ്ങനെ ഹിറ്റ്ലർ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഹിറ്റ്ലർ പറയുന്ന ഒരു ഡയലോഗ് ഇതാണ്, ഇവിടുത്തെ എല്ലാ ഫാസിസ്റ്റുകളും സംഘപരിവാറും പറയാൻ പോകുന്നു. നോ വൺ ക്യാൻ മേക്ക് ദി ഓമലറ്റ് വിതൗട്ട് ബ്രേക്കിംഗ് എഗ്സ്. മനസ്സിലായില്ലേ? മുട്ട പൊട്ടിക്കാതെ ഓമലറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല നെപ്പോളിയൻ. ആളുകളൊക്കെ കൊന്നതിന് ശേഷമേ നമുക്ക് ലോകം കീഴടക്കാൻ പറ്റും. നോ വൺ ക്യാൻ മേക്ക് ഓംലെറ്റ് വിതൗട്ട് ബ്രേക്കിംഗ് എഗ്സ്. ഒറ്റ ലോജിക്കാണ്. അതായത് ഈ ലോകത്തിലുള്ള സമാധാനമായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും കുട്ടിച്ചോറാക്കിക്കൊണ്ട് ഞങ്ങൾ ഭരിക്കുമെന്നാണ് ചുരുക്കി പറഞ്ഞത്. നമ്മളെയൊക്കെ ഓംലെറ്റും അല്ല കൊത്തിപ്പൊരിയാക്കി തരും. ആ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ചെറിയ എക്സാമ്പിൾസ് ആണ് ഈ കവിതകൾ. 3-4 നിങ്ങൾ കേൾക്കണമെന്നാണ്. കവിശിക്ക് ഇറക്കിയ പുസ്തകമാണ്. അനിതാദേവി വേലന്താവൾ കിട്ടിയ ഓർഡറിൽ വായിക്കുകയാണ്. മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യമാണ്. ഉഗ്രരൂപ ഫാസിസം ഉടലുകളരിക്കണ്. ഉഗ്രരൂപ ഫാസിസം ഉടലുകളരിക്കണ്. ശരിയാക്കാം. ഉഗ്രാരും നമ്മള് ഫാസിസം ഫാസിസം പറഞ്ഞ കണ്ണൊന്നും തെളിയും. കാരണം അത്രയൊക്കെ കലിപ്പുണ്ട് നമുക്ക് പറയുമ്പോൾ. ഉഗ്രരൂപ ഫാസിസം ഉടലുകളരിക്കാണ്. ഉടനതിൻ ഉടലറുത്ത് തെളിഞ്ഞേണ്ട. ഫാസിസത്തിന്റെ ഉടനെ ഇറക്കണം. ഉടനതിൻ ഉടലറുത്ത് ചുടലയിലെറിയുവാൻ. ആ ചുടലയിലെറിയുവാൻ തെയ്യങ്കാരാണെങ്കിൽ തകർത്ത് കളയൂര്. ഉടനതിന്നുടലറുത്ത് ചുടലയിലെറിയുവാൻ ചടുല താളമേറ്റുവാങ്ങി ഉണരുണരൂ സഹചരെ. ചടുല താളമേറ്റുവാങ്ങി ഉണരുണരൂ. ഒന്നേറ്റ് പറഞ്ഞു നോക്കിയേ. ഉണരുണരൂ ഉണരുണരൂ ഉണരുണരൂ. എന്താ പെമ്പിളത്തെ ശ്രീഭാഗം. ഉണരുണരൂ. ഒന്നുറക്കെ പറഞ്ഞു. ഉണരൂ ഉണരൂ. അവിടുന്ന് ശബ്ദം പോരാ. ഉണരുണരൂ. അവിടെ ചിരിക്കുക. ഫാസിസത്തിനോടാ കളി. അപ്പോ കൂടുതൽ വായിക്കുന്നില്ല, ഈ ഒരൊറ്റ കവിത മതി. ശക്തമായി കിട്ടിയത് ഗംഭീരമായിട്ട് കവിത എഴുതുന്നു അനിതാദേവി വേലന്താവൾ. ഇതിനകത്ത് 450-500 കവിത ഉണ്ട്. രാമണി മാഷോട് പറഞ്ഞിട്ട് ഒരു ബുക്ക് കൂടെ മേടിച്ചു വെക്കണല്ല. ഇനി ഞാൻ ഒരുപാട് കടന്നു പോകൂലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകക്രമത്തിൽ നമ്മൾ നന്മയുടെ പക്ഷത്ത് തന്നെ നിൽക്കുക, മാനവികതയുടെ പക്ഷത്ത് നിൽക്കുക. നമുക്ക് നമ്മുടെ 20 ബുദ്ധിയുള്ള ചരിത്ര ബോധമുള്ള കുതിരകളെ കയറ്റിവിടുക. ചുമ്മാ കുതിരകളല്ല, ചരിത്രബോധമുള്ള, നീതിബോധമുള്ള. ഇലക്ട്രൽ ബോണ്ട് വന്നാലും CPIയുടെയും CPMന്റെ ആരും വാങ്ങിയിട്ടില്ല. അങ്ങനെ വാങ്ങാത്തവർ നമ്മുടെ പോക്കറ്റിലെ പണവും അടിച്ചു മാറ്റില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കേരളത്തിൽ ലെഫ്റ്റ് ഫോഴ്സിനെ ഉയർത്തിക്കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ, പണ്ട് 57 EMS മന്ത്രിസഭ വന്നപ്പോൾ ലോകം ഞെട്ടി. ബാലറ്റ് പെട്ടിയിലൂടെ ആദ്യമായ അധികാരം. ഈ നെഹ്റു കൂടി കുട്ടിച്ചോറാക്കിയിട്ടാണ് അതിനെ അട്ടിമറിച്ച് കേട്ടാ. CAയുടെ അമേരിക്കൻ ഫണ്ട് മേടിച്ചിട്ട് വിമോചന സമരം. ഇതേ നെഹ്റു ആണ് അട്ടിമറിച്ചത്. നമ്മൾ തിരിച്ചു വന്നു. അത് വീണ്ടും ലെഫ്റ്റ് ഇവിടെ ഗംഭീരമായി ജയിക്കുന്നു, ഡൽഹിയിലെത്തുന്നു. ആ ഡൽഹിയിലെത്തല് നമുക്ക് ഒരു ചാൻസ് ആണ്. ആ ചാൻസ് നമ്മൾ നന്നായിട്ട് വിനിയോഗിക്കണം.
ഇതിൻ്റെ ഇടയിൽ ഞാൻ വരുമ്പോൾ മോൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു, ഉടനെ കട്ട് ചെയ്തു. നിങ്ങളുടെയൊക്കെ ഫോണിലേക്ക് വരും. ഏതോ അനോണിമസ് കോൾ എടുത്തോണ്ട് ഞാൻ സുരേഷ് ഗോപി ടക്ക് കട്ട് ചെയ്തത്. മെസ്സേജ് പണി തുടങ്ങിയിട്ടാ ചേട്ടാ, കോംപ്ലീറ്റ്. അവനോട് തുണ്ടി എന്നെ വിളിക്കുക, ഈ ലൈവാണ്, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മോൻ കട്ട് ചെയ്തത്. അപ്പൊ എത്ര ലക്ഷക്കണക്കിന് മെസ്സേജുകളാണ് പോകുന്നല്ലേ ഈ വോട്ടുമുറയ്ക്ക്. വളരെ വിജിലന്റ് ആയിരിക്കുക. വോട്ട് ഫോർ LDF, നമ്മുടെ സഖാവ്, നമ്മുടെ ചങ്ക് ഒപ്പത്തിനൊപ്പം ഉണ്ടാവും, എല്ലാവരുടെ ഒപ്പം. അപ്പുറത്ത് കെ രാധാകൃഷ്ണൻ, ഇപ്പുറത്ത് നമ്മുടെ രവീന്ദ്രൻ മാഷ്, ശൈലജ ടീച്ചർ, എല്ലാവരും ജയിച്ചു കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനൊരു വേദി, എൻ്റെതായിട്ടുള്ള ഒരു നാടകക്കാരൻ്റെ ശൈലിയൊക്കെയാണിത്. പറഞ്ഞാൽ ഞാൻ 3 മണിക്കൂർ പറഞ്ഞു പോകും. അത് വേണ്ടെന്ന് അവിടെ ന്യൂ ജനറേഷൻ പറഞ്ഞ നമ്മൾ കേൾക്കണം. അല്ല, അത് നല്ലതാണ്, കാരണം നമ്മൾ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കുക. വോട്ടവകാശം ധീരമായിട്ട് നമ്മൾ ഈ LDF എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോയിട്ട് വോട്ട് ചെയ്യുക, അടുത്തുള്ളവരെയും ബോധ്യപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ ചേച്ചി, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ, ഒരുമിച്ച് ഉറങ്ങണ്ടേ, നമ്മൾ കുട്ടികൾക്ക് സെക്യൂർഡായിട്ട് സ്കൂളിൽ പോയി തിരിച്ചു വരണ്ടേ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവും. ഉത്സവങ്ങൾ നമ്മളെല്ലാവരും കൂടിയിരുന്ന് നടത്തേണ്ട ഉത്സവം മര്യാദയ്ക്ക് നടത്തണ്ടേ. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നുമില്ല, എല്ലാവരും കൂടിയിട്ടാണ്. കാട്ടൂരൊക്കെ ഉത്സവം പൂരത്തിനും എല്ലാം നോക്കിയിട്ടുണ്ടാകും. കാട്ടൂർ പള്ളി അതിൻ്റെ കമ്മിറ്റിയിലേക്ക് മുസ്ലിം, ഹിന്ദു എല്ലാവരും ഉണ്ടാവും, ഒരുമിച്ചാണ്. ചാവക്കാടാണെങ്കിലും ആ കൂട്ടായ്മ നമുക്ക് ലോകത്തിന് മുമ്പിൽ മാതൃകയാണ്. സെക്യുലർ ഡെമോക്രാറ്റിക് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഏറ്റവും അടിത്തട്ടിൽ തൊട്ട് ഉയർത്തിപ്പിടിക്കുക, സംരക്ഷിക്കുന്നത് കേരളത്തിലെ LDF ആണ് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുക. അഭിവാദ്യങ്ങൾ. നമ്മുടെ പൊതുയോഗം സമയം കുറച്ച് അതിക്രമിച്ചിട്ടുണ്ട്. നമുക്ക്